എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിത് ഇപ്പോൾ ബ്രിസ്റ്റോളിലേക്ക് വന്നേക്കും കേട്ടോ. ജസ്റ്റ് ഇവരെ ഒന്ന് ഇവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്വിൻഡനിൽ നിന്ന് എനിക്ക് തോന്നുന്ന അടുത്ത് 1 hour ദൂരമുള്ളൂ നമുക്ക് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു കത്തീഡ്രലുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്നിരിക്കും. നമ്മളൊരു ഈവനിങ് വാക്ക് പോലെ വന്ന കേട്ടോ. അത് ശരിയാ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ കാര്യം 2 മണി ആയതേ ഉള്ളൂ, പക്ഷേ ഒരു 6 മണി ആയ ഫീലാണ് അല്ലേ. ബ്രിസ്റ്റോളിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു അപ്സൈഡ് ഡൗൺ വീട് വന്നിട്ടുണ്ട്. മുന്നേ ഇതില്ലായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ടെമ്പററി ആയിട്ട് ജസ്റ്റ് വെച്ചേക്കുന്നത്. പപ്പയും മമ്മി ഇതിൽ നടന്ന് കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇത്? ഇതിനകത്തുണ്ട്. ഇത് കയറാൻ വേണ്ടി ഇത്ര വലിയ ക്യൂ ആട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം പോയി അക്വേറിയം കയറിയിട്ട് വരാം. ഒരു പിസ്സ വാങ്ങി കേട്ടോ, നല്ല പെപ്രോണി പിസ്സ കേട്ടോ. ആമി ഇതേ ഒരു ഐസ്ക്രീമൊക്കെ കടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പിസ്സയിൽ നിന്ന് ഒരു കഷ്ണമൊക്കെ എടുത്ത് കടിക്കും കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറണം. അതിന് ചെറിയൊരു ക്യൂ ഉണ്ട്. ഇവിടെ എത്ര രൂപയാടി? 21.75 per person. ഇതേ അവര് പോവാ, അവരെ വിളിക്ക്. മമ്മി ഇതിനകത്തുണ്ടാവാ. എങ്ങനെയുണ്ട് മീൻ? എങ്ങനെയുണ്ട് മീൻ? ഏത് മാൽബറാണത്? ഇതേ മീൻ ഷാർക്ക് പോകുന്നു കണ്ടോ? അതാ ബേബി ഷാർക്ക്. വേറെ ഷാർക്ക് വാ, അപ്പുറം നോക്കാം. എന്റെ മോനെ, അങ്ങനെ നമ്മൾ അക്വേറിയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ആമി? അക്വേറിയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ആമി ബേബി ഷാർക്കിനെയൊക്കെ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പയുടെ ഒക്കെ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇതായിരുന്നു, കാണാനൊക്കെ നല്ല ഇതുകൊണ്ട് മുഴുവൻ എന്നെ പോലത്തെ എന്റെ വലിപ്പമുള്ള മീന്. പപ്പയുടെ അത്ര തന്നെ ഉണ്ട് ഒരു മീന് അല്ലേ? ആ, കാണാനുണ്ട് എന്തായാലും. ആമി പറയുന്ന വീണ്ടും പോയി കാണാന്ന് പറയുന്നത്. പപ്പ ഇവിടെ പൂട്ട് പൊട്ടിക്കാനുള്ള പരിപാടി കേട്ടോ. ഇതാണ് മറ്റേ ലവ് ലോക്ക് എന്നല്ലേ ഇതിനെ പറയുന്നത്. ഇത് എന്തുവാ സംഭവം? ഇത് പ്രേമിക്കുന്നവരൊക്കെ വന്നിട്ട് സ്നേഹിക്കുന്നവർ വന്നിട്ട് അവര് ലോക്ക് ഇട്ടിട്ട് എറിഞ്ഞാളെ. ഇതുണ്ടോ ഓരോരുത്തരുടെ പേരൊക്കെ ഇരിക്കുന്നത്, ബെന്ന ആൻഡ് എമ്മ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ കീ താഴോട്ട് തന്നെ ഇടും. കീ താഴോട്ടാണ് അവർ കളയുക, അതായത് പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. മീൻസ് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടും. ഒരു ലോക്ക് ഉണ്ടാവും ഇതിന്റെ അടിയില്. കാന്തം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് വേണം എല്ലാം. കൊറേ പേരുടെ പ്രണയം പൊളിക്കായിരുന്നു അല്ലേ? ഇത് എന്തോരാ നോക്കി, ഇത് നോക്കേ, ഇവിടെ നോക്കേ. ഇതേപോലെ നമ്മൾ മറ്റേ ബ്രിസ്റ്റോളിൽ വേറൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആ ഒരു മേൽപ്പാലം കാണാൻ പോയപ്പോ. അതിന്റെ അല്ലല്ല, അവിടെ ഉണ്ട്. ഇത് ആരെയും ഭയങ്കരമായ ലോക്കാണ്, കട്ടിയായ ലോക്കാണ്. ഇത് എന്തായാലും പൊളിക്കാൻ പറ്റിയെന്നുള്ള നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു വണ്ടേ ലോക്ക് ഇട്ടതാണ്. അടുത്ത് നമ്മൾ പോകുന്ന ഇത് ഈ ആ പുറകിൽ കാണുന്ന വലിയ കത്തീഡ്രൽ കാണാനാണ് കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ നീളം കണ്ടോ? ഇവിടെ നിന്ന് കാണുമ്പോഴേ അതിൻ്റെ നീളം നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നമുക്കിനി അതിൻ്റെ അടുത്തോട്ട് പോവാം. വെറുതെ തണുത്ത് വരച്ച് രണ്ടുപേരും ബാക്കിൽ വരുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ വിചാരിച്ച തണുപ്പൊക്കെ കുറയുമ്പോഴത്തേക്ക് റെഡി ആവുള്ളൂ അല്ലേ? പക്ഷെ ഫസ്റ്റ് തന്നെ വിസ നമുക്ക് കിട്ടി, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പക്ഷെ കുഴപ്പമില്ല, 1-2 മാസത്തിനുള്ളിൽ സെറ്റ് ആവും, കുറയും. 1 മാസം കൊണ്ട് സെറ്റ് ആവും. അപ്പൊ നമുക്ക് വേഗം ക്രോസ് ചെയ്യാം. നടന്ന് അങ്ങനെ നമ്മളിത് കത്തീഡ്രലിന്റെ അടുത്തോട്ട് എത്തി. ഒത്തിരി നടക്കാനൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 മിനിറ്റ് അല്ലേ. പക്ഷെ വലിയ കത്തീഡ്രലാ ഇത്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ പാർലമെന്റോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അറിയില്ല എന്താണ്. പാർലമെന്റ് അല്ല, എന്തോ ഈ ഗവൺമെന്റിന്റേതായ കൗൺസിലിന്റെ സംതിങ്. പപ്പയും മമ്മിയും പള്ളി കയറി ഞടുങ്ങിട്ടാ. എങ്ങനെയുണ്ട് മീ പള്ളി? അടിപൊളി. ഞാൻ കണ്ടതിൽ ആദ്യത്തെ അനുഭവം. ഒന്ന് കണ്ടതിൽ ഏറ്റവും നല്ല ആദ്യത്തെ അനുഭവം. എത്ര വലിയ പള്ളി ആദ്യമായിട്ട് തന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ബ്രിസ്റ്റോളിലെ കത്തീഡ്രൽ കണ്ടിറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ തവണ പള്ളി വരുമ്പോഴും അനുഗ്രഹം കിട്ടുന്ന പോലെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു?
നല്ല അനുഭവം. മമ്മി 3 പ്രാർത്ഥന നമുക്ക് ആദ്യമായിട്ട് പള്ളി വന്നു കഴിഞ്ഞാൽ 3 പ്രാർത്ഥന മമ്മി പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിക്കുകയും ചെയ്തു, എഴുതിയിടുകയും ചെയ്തു. അതെല്ലേ? പപ്പയോ? ഞാൻ എഴുതിയിട്ടില്ല, പ്രാർത്ഥിച്ചു. പപ്പ തണുത്ത് വിറച്ച് നിൽക്കുക കേട്ടോ. അത് ഭയങ്കര തണുപ്പാട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നാട്ടിൽ നിന്ന് വന്നവർക്ക് പെട്ടെന്ന് അങ്ങ് ഇതാവത്തില്ല. ഇത് എല്ലാവരും ഓടി പോകുന്നുണ്ട്. ആ പെണ്ണ് ഓടി പോകുന്നുണ്ട് മുന്നിൽ, കണ്ടോ? എടേ ആമി, അവളുടെ പുറകെ പപ്പ, പപ്പയുടെ പുറകെ മിന്നുവിൻ്റെ പുറകെ മമ്മി, എല്ലാവരും ഓട്ടത്തോടാണ്. അപ്പോൾ നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് അതെ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമായിരുന്നു. ഒരു ഈവനിങ് വാക്കായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു, ഒരുപാട് നടന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമല്ലായിരുന്നു? മമ്മി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ മമ്മി ഇവിടെ വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം. ഇവർ രണ്ടുപേരും ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പപ്പയും മമ്മി ഇതേ ഇവരിത് നടന്ന് ക്ഷീണിച്ച് അതെ പപ്പ തണുത്തിട്ട് മമ്മിക്ക് വലിയ തണുപ്പില്ലാന്ന് മമ്മി പറയുന്നത്. മമ്മി മറ്റേ ഇതൊക്കെ ഊരിയിട്ടു, സിബൊക്കെ ഊരിയിട്ടു ഭയങ്കര കൂളായിട്ടാണ്. പപ്പയ്ക്ക് തണുപ്പ് കൂടി. പപ്പ ആദ്യം പറഞ്ഞത് തണുപ്പൊന്നും ഇല്ലായിരുന്നു, എല്ലാം സൂപ്പറാന്ന് പറഞ്ഞത്. ഇപ്പൊ അത് മുഖം പോലും കാണാനില്ല അങ്ങനത്തെ. ഇപ്പൊ സമയം ഇവിടെ 5:47 5:47 ആയതേ ഉള്ളൂ. അന്നേരത്തേക്കും ഇവിടെ ഇപ്പൊ കുറച്ച് ലേറ്റാണ്. മുന്നേ 3 മണിക്കൊക്കെ ഇരുട്ടാവുമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.